നമസ്കാരം, സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഹംസ ചുങ്കത്തറ. പ്രധാന വാർത്തകൾ. 5 അംഗ അന്തർജില്ലാ കവർച്ചാ സംഘം വണ്ടൂർ പോലീസിന്റെ പിടിയിൽ. ഒരു വർഷത്തിനുള്ളിൽ ഇവർ കവർച്ച നടത്തിയത് 15 ലക്ഷം രൂപ വിലമതിക്കുന്ന റബ്ബർ ഷീറ്റും 2000 കിലോ കൊട്ടടക്കയും 310 കിലോ കുരുമുളകും. വന്യമൃഗശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കാൻ കർഷക കോൺഗ്രസിന്റെ ആലോചനാ യോഗം നടന്നത് കരുളായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ. വണ്ടൂർ ഉപജില്ലാ കലോത്സവം അവസാന ദിവസങ്ങളിലേക്ക്. അറബിക് സംസ്കൃതം കലോത്സവം സമാപിച്ചു. ഇനി കാൽപന്ത് കളിയുടെ കാലം. സെവൻസ് ഫുട്ബോളിന്റെ മക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലപ്പുറത്ത് കാൽപന്ത് കളിയുടെ ആരവങ്ങൾ ഉയർന്നു തുടങ്ങിയതോടെ മലയോര മേഖല മിനി അഖിലേന്ത്യാ ടൂർണമെന്റുകൾക്കുള്ള ഒരുക്കങ്ങളുടെ തിരക്കിലേക്ക്. വാർത്തകൾ വിശദമായി. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ മോഷണം നടത്തുന്ന 5 അംഗ മോഷണ സംഘം വണ്ടൂർ പോലീസിന്റെ പിടിയിലായി. പെരിന്തൽമണ്ണ ഡിവൈഎസ്പി കെ.പി. വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. 2011 മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ പ്രധാന ടൗണുകളിലെ മലഞ്ചരക്ക് കടകളുടെയും ജില്ലകളിലെ നിരവധി സ്ഥലങ്ങളിലെ വീടിനോട് ചേർന്നുള്ള പുകപ്പുരയുടെയും സ്റ്റോർ റൂമുകളുടെയും വാതിൽപൂട്ടുകളും സെൻട്രൽ ലോക്കുകളും ചുറ്റികൊണ്ട് അടിച്ചു തകർത്ത് കടകളിൽ നിന്നും വീടുകളിൽ നിന്നും റബ്ബർ ഷീറ്റുകളും കൊട്ടടക്കയും കുരുമുളകും വൻതോതിൽ കവർച്ച നടത്തുന്ന 8 അംഗ സംഘത്തിലെ മുഖ്യപ്രതികളായ കുറ്റിപ്പുറം വട്ടക്കുളം സ്വദേശി മാണൂർ സ്വദേശി പണ്ടാരപ്പറമ്പിൽ വീട്ടിൽ അബൂബക്കർ സിദ്ദീഖ് എന്ന മാണൂർ സിദ്ദീഖ്, തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശി പുളിയോടൻ വീട്ടിൽ മുഹമ്മദ് റഫീഖ്, എടവണ്ണ പത്തപിരിയം പന്തപ്പള്ളി സ്വദേശി പൂവിൽ വീട്ടിൽ റംസാൻ അലി എന്നിവരെയാണ് ഇന്ന് പുലർച്ചെ വണ്ടൂർ എറിയാട് വെച്ച് പോലീസ് CI മൂസ വള്ളിക്കാടനും പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കവർച്ചാ സംഘത്തിലെ അബ്ദുൾ റസാഖ് എന്ന തൃത്താല ആലൂർ കാശാമുക്ക് സ്വദേശിയെയും കുറ്റിപ്പുറം കൊളക്കാട് സ്വദേശി മഠത്തിൽ മുഹമ്മദ് അലിയെയും വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും പിടികൂടി. ഏകദേശം 2 മാസത്തോളമായി സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി പ്രതികളെ നിരീക്ഷിച്ചു നടത്തിയ രഹസ്യ നീക്കത്തിനൊടുവിൽ കളവിന് മാത്രമായി ഉപയോഗിക്കുന്ന മാരുതി ഒമ്നി വാനും റബ്ബർ ഷീറ്റുകളും അടക്കം പോലീസ് വലയിലാക്കിയത്. ഇപ്പോൾ ഇവരുടെ കൺഫെഷൻ പ്രകാരം ഏകദേശം നമുക്ക് 15ഓളം കേസുകൾ നമുക്ക് അവരാണ് അതിൽ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് അറിവായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിക്കവറിയൊക്കെ ആയിട്ട് ഇനി അവരെ കസ്റ്റഡിയിൽ വെച്ചിട്ട് നടത്തുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് അരീക്കോട്, മലപ്പുറം ജില്ലയിലെ അരീക്കോട് 2 കേസ്, മഞ്ചേരി 1 കേസ്, വണ്ടൂർ 3 കേസ്, പാണ്ടിക്കാട് 1 കേസ്, മേലാറ്റൂർ 1 കേസ്, പെരിന്തൽമണ്ണ 1 കേസ്, കുറ്റിപ്പുറം 1, തൃത്താല 3 കേസ്, പിന്നെ കരുവാരകുണ്ട് 1 കേസ്, ആലത്തൂർ 1 കേസ്. അങ്ങനെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലായിട്ട് 15 കേസുകളാണ് ഇപ്പോൾ നമുക്ക് ഇവരാണ് ചെയ്തതെന്ന് അറിവായിട്ടുണ്ട്. അതിൻ്റെ റിക്കവറി ആയിട്ട് ഇനി മുന്നോട്ട് പോകുന്നുണ്ട്. അവരെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇവർ പ്രധാനമായിട്ട് മോഡസ് ഓപ്പറാൻഡി എന്നുള്ളത്, ഇവർ സാധാരണ വണ്ടികൾ, കാറും അതുപോലെ തന്നെ ബൈക്കും എല്ലാം വാടകയ്ക്ക് എടുക്കും. വാടകയ്ക്ക് എടുത്ത് അതിലൂടെ കറങ്ങി സ്ഥലങ്ങൾ പകൽ സമയത്ത് തന്നെ കറങ്ങി നോക്കി വെച്ച ശേഷം പിന്നീട് രാത്രി വന്ന് അവരുടെ ടീം അംഗങ്ങൾക്ക് ഇവർ വിവരം കൊടുക്കും. അങ്ങനെ മോഷ്ടിച്ച് ഇത് വണ്ടി കയറ്റി വണ്ടി കൊണ്ടുപോവാണ് ഇവിടെ സ്ഥിരമായിട്ടുള്ള മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത്. ജില്ലയ്ക്കകത്തും പുറത്തും പ്രധാനപ്പെട്ട ടൗണുകളിലെ നിരവധി കടകളിലും വീടുകളോട് ചേർന്നുള്ള പുകപ്പുരകളിലും സ്റ്റോർ മുറികളിലും സൂക്ഷിച്ചുവെക്കുന്ന വിലപിടിപ്പുള്ള മലഞ്ചരക്ക് സാധനങ്ങൾ വൻതോതിൽ കവർച്ച നടത്തുന്നത് പതിവായതോടെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി K. സേതുരാമൻ IPS പെരിന്തൽമണ്ണ ഡിവൈഎസ്പി K.P. വിജയകുമാറിന് നൽകിയ പ്രത്യേക നിർദ്ദേശപ്രകാരം വണ്ടൂർ സർക്കിൾ ഇൻസ്പെക്ടർ മൂസ വള്ളിക്കാടിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തുടർച്ചയായി 2 മാസം ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള പ്രതികളുടെ വിവരങ്ങൾ ശേഖരിച്ച് നിരന്തരമായി നടത്തിയ നീക്കത്തിനൊടുവിലാണ് വൻ സംഘം പോലീസ് വലയിലായത്. അറസ്റ്റിലായ 2ാം പ്രതി റഫീഖ് ഒഴികെ മറ്റ് 4 പ്രതികളും മുമ്പ് ഇത്തരത്തിലുള്ള നിരവധി കേസുകളിൽ ഉൾപ്പെട്ട് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, വണ്ടൂർ, മഞ്ചേരി, കുറ്റിപ്പുറം, പൊന്നാനി, വളാഞ്ചേരി, മേലാറ്റൂർ, കൊളത്തൂർ എന്നീ സ്റ്റേഷനുകളിലായി പിടിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ആ കേസുകളിലെല്ലാം പല ജയിലുകളിൽ കിടന്ന ശേഷം ജാമ്യമിറങ്ങി സംഘത്തിൽ കൂടുതൽ ആളുകൾ ചേർന്ന് വാഹനങ്ങൾ വാടകയ്ക്കെടുത്തും സ്വന്തം വാഹനങ്ങളിലും ഓട്ടോറിക്ഷകളിലുമാണ് പ്രതികൾ പുതിയ ഓപ്പറേഷനുകൾ നടത്തിയിട്ടുള്ളത്. 2008 വണ്ടൂർ പോലീസിന്റെ തന്നെ പിടിയിലായിട്ടുള്ള 1ാം പ്രതി സിദ്ദീഖിന്റെ പേരിൽ 24 കേസുകളും 3ാം പ്രതി മുഹമ്മദ് അലിയുടെ പേരിൽ 13 കേസുകളും 4ാം പ്രതി അബ്ദുൾ റസാഖിന്റെ പേരിൽ 16 കേസുകളും 5ാം പ്രതി റംസാൻ അലിയുടെ പേരിൽ 3 കേസുകളും ഉണ്ടായിരുന്നു. ഇവയെല്ലാം ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗണുകളിലും വീടുകളിലും അയൽ ജില്ലകളിലും ഇതേ കുറ്റകൃത്യങ്ങൾ ചെയ്ത കേസുകളായിരുന്നു. അവയ്ക്കെല്ലാം ജാമ്യത്തിലിറങ്ങിയ ശേഷവും പ്രതികൾ പോലീസിനു പോലും പിടികൊടുക്കാതെയാണ് പുതുതായി കവർച്ചകൾ നടത്തിയിരുന്നത്. ഈ സംഘത്തിലെ മറ്റൊരു പ്രധാന പ്രതി നിലമ്പൂർ കവളമുക്കുട്ട സ്വദേശി ഇല്ലിക്കൽ നൌഷാദ് കള്ളനോട്ട് കേസുകളിലും റബ്ബർ ഷീറ്റ് മോഷണ കേസുകളിലും ഉൾപ്പെട്ട് ഇപ്പോൾ കൊട്ടാരക്കര സബ് ജയിലിൽ റിമാൻഡിലാണ്. ഈ പ്രതിയുടെ സഹായത്തോടെയാണ് സംഘങ്ങൾ വാടകയ്ക്ക് വാഹനങ്ങൾ സംഘടിപ്പിക്കുന്നതും കളവ് മുതൽ പല സ്ഥലങ്ങളിലായി മാർക്കറ്റ് വിലയ്ക്ക് വിൽപ്പന നടത്തുന്നതും.
കളവ് മുതൽ വിറ്റുകിട്ടുന്ന വൻ തുകയിൽ നിന്നും മുഖ്യപ്രതികളായ സിദ്ദീഖ്, നൌഷാദ് എന്നിവർ നല്ലൊരു തുക കൈവശം വെച്ച ശേഷം ബാക്കി വരുന്ന തുകയാണ് സംഘാംഗങ്ങൾക്ക് വീതിച്ചു നൽകുന്നത്. ഈ സംഘം 2011 ഫെബ്രുവരി മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള കാലയളവിലായി മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ തൃത്താല, ആനക്കര, മൂടാൽ, ആലത്തൂർ, കുമാരനല്ലൂർ, കുറ്റിപ്പുറം, പെരിന്തൽമണ്ണ, തച്ചിങ്ങനാടം, പാണ്ടിക്കാട്, ചെമ്പ്രശ്ശേരി, ചെവുക്കോട്, മലക്കൽ, ചേലേപ്രം, പുളിയക്കോട്, എടപ്പാൾ, കരുവാരക്കുണ്ട് എന്നിവിടങ്ങളിലെ മലഞ്ചരക്ക് കടകളിൽ നിന്നും പുകപ്പുരകളിൽ നിന്നും സ്റ്റോർ റൂമുകളിൽ നിന്നുമായി 4785 കിലോ റബ്ബർ ഷീറ്റുകളും 2000 കിലോഗ്രാം കൊട്ടടക്കയും 310 കിലോഗ്രാം കുരുമുളകും കവർച്ച ചെയ്തതായി പ്രതികൾ പോലീസിനോട് പറഞ്ഞു. ഈ സംഘത്തിലെ പ്രധാന പ്രതികളിൽ ചിലർ കൂട്ടുപ്രതികളെ പിടികൂടിയതറിഞ്ഞ് രക്ഷപ്പെട്ടിട്ടുള്ളതും ഈ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് പറഞ്ഞു. പ്രതികളുടെ അറസ്റ്റോടെ ജില്ലയിൽ നടന്ന ഒട്ടേറെ കളവുകൾക്ക് തുമ്പുണ്ടാക്കാനും ഇതിലുൾപ്പെട്ട മറ്റു പ്രതികളെക്കുറിച്ചും മറ്റ് സംഘങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിനും വണ്ടൂർ പോലീസിനും സാധിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്നും പോലീസ് അറിയിച്ചു. പെരിന്തൽമണ്ണ ഡിവൈഎസ്പി KP വിജയകുമാറിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ CI മൂസ വള്ളിക്കാടൻ, SIC ചെല്ലിക്കുട്ടി, ഡിവൈഎസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡിലെ P മോഹൻദാസ്, CP മുരളീധരൻ, CP സന്തോഷ് കുമാർ, PK അബ്ദുൽ സലാം, ബഷീർ K, സുനിൽ PS, ഷിബു, ASIമാരായ ദയാശീലൻ, രാമകൃഷ്ണൻ, വണ്ടൂർ സ്റ്റേഷനിലെ രാധാകൃഷ്ണൻ, ഫിറോസ്, സതീശൻ, രാംദാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കേസുകളുടെ തുടർ അന്വേഷണം നടത്തുന്നത്. നേതൃത്വത്തിനോടുള്ള വിയോജിപ്പിനെ തുടർന്ന് രാജിവെച്ച മുതിർന്ന നേതാക്കളെ CPM പുറത്താക്കി. കരുവാരക്കുണ്ടിലെ VS അനുകൂല പക്ഷത്തെ പ്രമുഖ നേതാക്കളാണ് പുറത്തായത്. കരുവാരക്കുണ്ട് CPM ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ മുതിർന്ന നേതാക്കളായ P ഉസ്സൻകുട്ടി, P കുഞ്ഞാപ്പു ഹാജി, OP ഇസ്മായിൽ, P വിജയൻ, P ആലി എന്നിവരെയാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി നേതൃത്വം അറിയിച്ചത്. കരുവാരക്കുണ്ടിൽ നടന്ന കഴിഞ്ഞ ലോക്കൽ സമ്മേളനത്തിലെ തർക്കത്തെ തുടർന്നാണ് മുതിർന്ന നേതാക്കൾ നേതൃത്വത്തിൽ രാജി നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് VSന് സീറ്റ് നിഷേധിച്ചെന്നാരോപിച്ച് ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ P കുഞ്ഞാപ്പു ഹാജിയുടെയും P ഉസ്സൻകുട്ടിയുടെയും K ശങ്കറിന്റെയും നേതൃത്വത്തിൽ പ്രകടനം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു. തുടർന്നാണ് നേതൃത്വത്തിനെതിരെ മുതിർന്ന സഖാക്കൾ തിരിഞ്ഞത്. ലോക്കൽ സമ്മേളനത്തിൽ OP ഇസ്മായിൽ ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ചെങ്കിലും തോൽക്കുകയായിരുന്നു. നിരന്തരം പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും പാർട്ടിയുടെ അച്ചടക്കമാണ് ഏറ്റവും പ്രധാനമെന്നും ഏരിയ കമ്മിറ്റി അംഗം P രാധാകൃഷ്ണൻ വിശദീകരിച്ചിരുന്നു. രാജി നൽകിയ നേതാക്കന്മാരുടെ കൂട്ടുപിടിച്ച് മറ്റ് 2 അംഗങ്ങളും രാജി നൽകിയിട്ടുണ്ട്. മുൻ വാർഡ് മെമ്പറും വ്യാപാരി സമിതിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറും പ്രസിഡന്റും നിലവിൽ കരുവാരക്കുണ്ട് റൂറൽ സഹകരണ സംഘം വൈസ് പ്രസിഡന്റുമായ കിഴക്കേത്തല ബ്രാഞ്ച് മെമ്പറുമായ P കുഞ്ഞാപ്പു ഹാജി, സഖാവ് കുഞ്ഞാലിയുടെ കൂടെ പ്രവർത്തനം ആരംഭിച്ച തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുൻപന്തിയിൽ നിന്ന P ഉസ്സൻകുട്ടി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CITU പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റും RT സയൻസ് യൂണിയൻ വണ്ടൂർ ഏരിയ കമ്മിറ്റി മെമ്പറും ആയി കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രവാസി നേതാവാണ് നിലവിൽ OP ഇസ്മായിൽ. നേതൃത്വത്തിനെതിരെ പരസ്യമായി നിലപാട് സ്വീകരിച്ച മുതിർന്ന നേതാക്കളെ തേടി പല രാഷ്ട്രീയ പ്രതിനിധികളും മുന്നോട്ട് വന്നിട്ടുണ്ട്. മുതിർന്ന നേതാക്കളുടെ രാജിയെ അനുകൂലിച്ച് വരും ദിവസങ്ങളിലും പല ഭാഗങ്ങളിലായി രാജി തുടരുമെന്നാണ് സൂചന. 190 മെമ്പർമാരുള്ള കരുവാരക്കുണ്ട് ലോക്കൽ കമ്മിറ്റി കീഴിൽ കൂടുതൽ മെമ്പർമാരുടെയും അഭിപ്രായം മാനിച്ചാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവരെ പുറത്താക്കിയതെന്ന് മുതിർന്ന നേതാക്കൾ അറിയിച്ചു. BJP അമരമ്പലം പഞ്ചായത്തിലെ പോഷക സംഘടന നേതാക്കളെ പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിലാണ് പ്രസിഡന്റുമാരെ നോമിനേറ്റ് ചെയ്തത്. പഞ്ചായത്തിലെ വിവിധ മോർച്ചകളുടെ പ്രസിഡന്റുമാരെയാണ് പ്രഖ്യാപിച്ചത്. യുവമോർച്ച പ്രസിഡന്റായി VV മോഹൻദാസ്, കർഷക മോർച്ച പ്രസിഡന്റായി MT രവീന്ദ്രൻ, മഹിളാ മോർച്ച പ്രസിഡന്റായി സുലോചന വേണുഗോപാൽ, പട്ടികജാതി പട്ടികവർഗ മോർച്ച പ്രസിഡന്റായി ഇടത്തിൽ ദാമോദരൻ, വ്യാപാരി സെൽ പ്രസിഡന്റായി ഷാജി തേൽപ്പാറ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ പ്രസിഡന്റ് ചക്കനാത്ത് ശശികുമാർ പ്രസിഡന്റുമാരെ നാമനിർദ്ദേശം ചെയ്തു. 3 വർഷത്തേക്കാണ് പ്രസിഡന്റുമാരുടെ കാലാവധി. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് ഭാരവാഹികളെ കൺവെൻഷനുകൾ ചേർന്ന് തെരഞ്ഞെടുക്കും. യോഗത്തിൽ K ശ്രീനിവാസൻ, E ശിവദാസൻ, K ശിവദാസൻ, K മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. കരുളായി കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആലോചനാ യോഗം ചേർന്നു. വന്യമൃഗശല്യത്തിൽ നിന്നും കർഷകരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ കരുളായി കിണറ്റിങ്ങലിലാണ് യോഗം ചേർന്നത്. സൗരോർജ്ജ വേലി നിർമ്മിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ഗുണഭോക്താക്കളെ ബോധ്യപ്പെടുത്തുന്നതിനും സംരംഭത്തിൽ ഇവരെ കൂടി പങ്കാളികളാക്കുന്നതിനുമായാണ് യോഗം സംഘടിപ്പിച്ചത്. യോഗത്തിൽ DFO, റേഞ്ച് ഓഫീസർ, വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റ്, ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ചർച്ചയിൽ ഗുണഭോക്താക്കൾ പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ റഷീദ്, വാർഡ് മെമ്പർമാരായ സുന്ദരൻ, ഫാത്തിമ സലീം, റിട്ടയർഡ് റേഞ്ചർ അബ്ദുൽ സലീം, ചക്രപാണി മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. നവംബർ 26-27 തീയതികളിൽ നടക്കുന്ന CPM നിലമ്പൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രചരണ ജാഥ നടത്തി.
പ്രകടനത്തോടനുബന്ധിച്ച് ജില്ലാ കമ്മിറ്റി മെമ്പർ എം സ്വരാജ് അമരമ്പലം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി. അവർക്ക് ഓർമ്മ വെച്ച കാലത്തിനിടയിൽ കോൺഗ്രസിന്റെ താഴെത്തട്ട് മുതൽ അഖിലേന്ത്യാ തലം വരെ ചിട്ടയായി സംഘടിപ്പിക്കപ്പെട്ട ഒരു സമ്മേളനത്തിന്റെ ഓർമ്മയുണ്ടാവില്ല. ഏതെങ്കിലും ഒരു സമ്മേളനം ചേർന്ന് നാടിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്ത നേതാവിനെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരൊറ്റ കോൺഗ്രസുകാരനും കഴിഞ്ഞ 10-30 കൊല്ലക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വേങ്ങാപ്പരതയിൽ നിന്നും ആരംഭിച്ച പര്യടനം ചുള്ളിയോട്, മണ്ണാത്തിപ്പൊയിൽ, കൂറ്റമ്പാറ, ഗാന്ധിപ്പടി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി പൂക്കോട്ടുംപാടത്ത് സമാപിച്ചു. പൂക്കോട്ടുംപാടത്ത് നടന്ന സമാപന സമ്മേളനത്തിൽ PM അബ്രഹാം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഇസ്മായിൽ, PT ഉമ്മർ, ഏരിയ സെന്റർ അംഗങ്ങളായ MM കൃഷ്ണൻകുട്ടി, കുഞ്ഞുട്ടി പനോലൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. KP വിനോദ് സ്വാഗതവും V സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. SFI നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലാജാഥയും തെരുവ് നാടകവും സംഘടിപ്പിച്ചു. അമരമ്പലം പഞ്ചായത്തിലെ കൂറ്റമ്പാറയിൽ നിന്നും ആരംഭിച്ച കലാജാഥ മണ്ണാത്തിപ്പൊയിലിൽ സമാപിച്ചു. CPM നിലമ്പൂർ ഏരിയ സമ്മേളനത്തിന്റെ പ്രചരണത്തോടനുബന്ധിച്ചാണ് കലാജാഥ സംഘടിപ്പിച്ചത്. കലാജാഥയിൽ മാനേജർ M സനോജ് നേതൃത്വം നൽകി. സുബിൻ കക്കുഴി സംവിധാനം ചെയ്ത അന്തമായ ആസൂത്രണം അഥവാ 100 ദിന കർമ്മ പരിപാടി എന്ന തെരുവ് നാടകത്തിൽ SK നിലമ്പൂർ, അൻസാർ ചോക്കാട്, പ്രണവ് ചാലിയാർ എന്നിവർ പങ്കെടുത്തു. ഉമ്മൻചാണ്ടിയും മാറി മാറി ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്ന എല്ലാ കർഷക കടങ്ങളും VS സർക്കാർ എഴുതി തള്ളിയില്ലേ? അന്ന് മരിച്ച കുടുംബാംഗങ്ങൾക്ക് 50,000 രൂപ നഷ്ടപരിഹാരം നൽകില്ലേ? 7 രൂപ ഉണ്ടായിരുന്ന നെല്ലിന്റെ സംഭരണികളാ കൂടി കർഷകർ ദുരിതം തുടങ്ങി പറഞ്ഞാൽ പോരെ? കൂറ്റമ്പാറയിൽ നിന്നും ആരംഭിച്ച കലാജാഥ പുതിയകളം, പാറയ്ക്കപ്പാടം, തോട്ടേക്കര, ചെട്ടിപ്പാടം, വേങ്ങാപ്പരത, പന്നിക്കുളം എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി മണ്ണാത്തിപ്പൊയിലിൽ സമാപിച്ചു. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിക്ക് എത്തുന്നവരെ സഹായിക്കാൻ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും. 24-ന് മലപ്പുറം MSP ഗ്രൗണ്ടിലാണ് പരിപാടികൾ നടക്കുന്നത്. നവംബർ 24-ന് MSP ഗ്രൗണ്ടിലെത്തുന്നവരെ സഹായിക്കാൻ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുമെന്നും പ്രത്യേക ടോക്കണുകൾ നൽകുമെന്നും ജില്ലാ പ്രസിഡന്റ് MC മോഹൻദാസ് അറിയിച്ചു. പ്രവേശന കവാടത്തിന് സമീപം സജ്ജീകരിച്ചിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് അന്വേഷണ കൗണ്ടറുകളിലാണ് അപേക്ഷകർ ആദ്യം എത്തേണ്ടത്. കൗണ്ടറുകൾ രാവിലെ 8-ന് പ്രവർത്തനം ആരംഭിക്കും. അപേക്ഷകന്റെ പരാതി കൈകാര്യം ചെയ്യുന്നതിന് വിവിധ വകുപ്പുകളുടെ 32 കൗണ്ടറുകളാണ് പ്രവർത്തിക്കുന്നത്. പരാതി പരിഹാരത്തിന് ഏത് കൗണ്ടറിൽ എത്തണമെന്ന് ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് നിർദ്ദേശം ലഭിക്കും. നിർദ്ദേശമനുസരിച്ച് അപേക്ഷകർ നിശ്ചയിക്കപ്പെട്ട കൗണ്ടറിൽ എത്തണം. അതത് വകുപ്പുകളുടെ നോഡൽ ഓഫീസർ അപേക്ഷകരുടെ പരാതി സംബന്ധിച്ച് ചർച്ച നടത്തും. പരാതി പരിഹാരമുണ്ടായില്ലെങ്കിൽ അപേക്ഷകർ ആവശ്യപ്പെടുന്ന പക്ഷം മുഖ്യമന്ത്രിയെ കാണുന്നതിനുള്ള ടോക്കൺ നോഡൽ ഓഫീസർ നൽകും. വികലാംഗർക്കും ശാരീരിക അവശതയുള്ളവർക്കും പച്ച ടോക്കൺ ലഭിക്കും. ഇവർക്ക് പ്രത്യേക ഇരിപ്പിടവും സദസ്സിന്റെ മുൻനിരയിൽ ക്രമീകരിക്കും. ഇവരെ മുഖ്യമന്ത്രി കണ്ട ശേഷം മാത്രമാണ് ചുവന്ന ടോക്കൺ ലഭിച്ച സാമ്പത്തിക സഹായത്തിന് അപേക്ഷിച്ചവർക്ക് ക്യൂ തുറന്നു കൊടുക്കുക. ഇവർക്കും ശേഷമാണ് നീല ടോക്കൺ ലഭിച്ചവർക്കായി സംവിധാനം കൊടുക്കുന്നത്. പരിപാടിയുടെ പ്രാരംഭമായി നടക്കുന്ന സമ്മേളനം കഴിഞ്ഞ ശേഷം മാത്രമേ ക്യൂ സംവിധാനം തുറന്നു കൊടുക്കൂ. നീല ടോക്കൺ ലഭിച്ചവർ ക്യൂ നിൽക്കുമ്പോൾ തന്നെ പിന്നീട് വരുന്ന പച്ച, ചുവപ്പ് ടോക്കൺകാരായ സന്ദർശകർക്ക് ക്രമമനുസരിച്ച് മുൻഗണന നൽകും. പുതിയ അപേക്ഷ വന്നാൽ ഹെൽപ്പ് ഡെസ്കുകളിൽ നിന്ന് ടോക്കൺ കൊടുത്ത് അവരെ അതത് കൗണ്ടറുകളിലേക്ക് നയിക്കും. കൗണ്ടറിൽ പരാതി രജിസ്റ്റർ ചെയ്ത് പരിഹാര നടപടികൾ സ്വീകരിക്കും. ടോക്കണുകളുടെ പുറകുവശത്ത് പരാതി നമ്പരും വകുപ്പ് തല ജില്ലാ ഓഫീസറുടെ പേരും എഴുതി ഇനീഷ്യൽ ചെയ്യും. മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്ന സെക്ഷൻ വകുപ്പ് തല ഓഫീസർ വേദിയിലെത്തി പരാതി പരിഹാരത്തിന് സഹായിക്കും. ടോക്കൺ ആവശ്യമില്ലാത്ത സന്ദർശകർക്ക് അപേക്ഷ നൽകിയതിന്റെ രസീത് ബന്ധപ്പെട്ട വകുപ്പിന്റെ കൗണ്ടറിൽ നിന്ന് ലഭിക്കും. പരാതിയുമായി എത്തുന്ന പൊതുജനങ്ങൾക്ക് സൗജന്യമായി ഉച്ചഭക്ഷണം നൽകുകയും MSP ക്യാൻറ്റീനിൽ നിന്നും ചായ, ശീതളപാനീയങ്ങൾ, പലഹാരങ്ങൾ ഇവ മിതമായ നിരക്കിൽ ലഭിക്കുകയും ചെയ്യും. കൗണ്ടറുകളിൽ നോഡൽ ഓഫീസർമാരും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാകും. പരാതി ഫയലുകൾ, പരാതി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനം, കമ്പ്യൂട്ടർ സംവിധാനം എന്നിവ അതത് വകുപ്പുകൾ ക്രമീകരിക്കും. ഓരോ അപേക്ഷന്റെയും പരാതി ശ്രദ്ധിച്ച് സാധ്യമായ പരാതി പരിഹാരം ഉറപ്പുവരുത്താൻ നോഡൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതിയ അപേക്ഷകൾ മുഖ്യമന്ത്രി കാണേണ്ടതില്ലാത്ത സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് കൗണ്ടറുകളിൽ രജിസ്റ്റർ ചെയ്യും. മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണമെന്നുള്ളവരുടെ പരാതി മുഖ്യമന്ത്രിയെ കണ്ട ശേഷം കൗണ്ടറിലെത്തി മുറയ്ക്ക് രജിസ്റ്റർ ചെയ്യും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.